മനോഹരമായ ഈ വേദിയിൽ അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനായി ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് ആദരണീയ വ്യക്തി ശ്രീ രാധാകൃഷ്ണൻ ഡി അവരെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ഓം നമഃ ശിവായ. ആദരണീയരായ നമ്മുടെ വിശിഷ്ട വ്യക്തികൾ, അതിലും ശ്രേഷ്ഠരായ നമ്മുടെ ട്രസ്റ്റിൻ്റെ പ്രതിനിധികളായി ഇവിടെ എത്തിയ ട്രസ്റ്റ് അംഗങ്ങൾ, നാട്ടുകാർ, എന്നെ ഈ യോഗത്തിൽ പ്രവർത്തിക്കുന്ന ബഹുമാനരായ ഈ നാട്ടിലെ ഭക്തജനങ്ങൾ, മുഴുവൻ ആൾക്കാർക്കും എൻ്റെതായ പ്രണാമം. വളരെ ദീർഘമായ സ്വാഗത പ്രസംഗം സംസാരിച്ചു എങ്കിൽ രണ്ട് വാക്ക് സംസാരിക്കാതെ പോകുന്നത് അഭംഗിയായി. സനാതന ധർമ്മ പരിപാലനാർത്ഥമാണ് നമ്മൾ ഈ അവാർഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വലിയ അവാർഡൊന്നുമല്ല, അത് വീണ്ടും കൂട്ടാം. നമ്മുടെ ധനസ്ഥിതി അനുസരിച്ച് ആ അവാർഡിൻ്റെ തുക നമുക്ക് കൂട്ടാം. അതിലേക്ക് ഇനിയും ആൾക്കാർക്ക് ഫണ്ട് നിക്ഷേപിക്കാം. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് കൂടെ എടുത്ത് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരു അവാർഡാണ് കൊടുക്കുന്നത്, വരും കാലങ്ങളിൽ കൂടുതൽ അവാർഡുകൾ നമുക്ക് കൊടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഒരു പ്രാതിനിധ്യം കൂടെ ഉണ്ടാകുമ്പോൾ നമുക്കതൊരു വലിയ ഒരു ഇതായി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ആലോചിക്കാം. എങ്കിലും ക്ഷേത്രങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നതിൽ വളരെ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇത്. നമ്മൾ 8,000 10,000 നോട്ടീസ് അടിച്ച് വീട് വീടാന്തരം ഇറങ്ങി അവരെ കണ്ട് വാഗ്ദാനം മേടിച്ച് നമുക്ക് ഏറെക്കാലം ഈ ദേവാലയങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല. ഒരു ഭാഗത്ത് ദേവാലയത്തിൽ ദേവന്റെ സ്വത്ത് പോലും നശിപ്പിക്കുന്നൊരു സമയമാണ് ഇത്. ഒരു ഭാഗത്ത് ദേവാലയത്തിൽ എന്തിന് പൈസ കൊടുക്കണം എന്നുള്ളൊരു അഭിപ്രായം. ഒരു ഭാഗത്ത് ഈ കാലഘട്ടത്തിൽ നേരത്തെ സെക്രട്ടറി പറഞ്ഞതുപോലെ അടിച്ചുപൊളി പരിപാടികൾ നടത്താം എന്നൊക്കെ ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ ക്ഷേത്രത്തിൻ്റെ ഒരു മാസത്തെ ചെലവ് എത്ര രൂപയാണ്, അതെങ്ങനെ കണ്ടെത്തുന്നു ഈ കമ്മിറ്റി അംഗങ്ങൾ, അതെങ്ങനെ ചെലവാക്കുന്നു, അവിടെ എന്തൊക്കെ ആസ്തിയുണ്ട്, അതെങ്ങനെ നിലനിന്ന് പോകണം മറ്റൊരാൾ കൊണ്ടുപോകാതെ, അതിനെല്ലാം നിതാന്ത ശ്രദ്ധയോടെ ഭക്തജനങ്ങൾ ശ്രദ്ധിക്കപ്പെടണം. അതല്ല എങ്കിൽ നമ്മൾ ഈ അധ്വാനിക്കുന്നതും നമ്മുടെ ഈ പ്രയത്നവും ഒക്കെ വൃഥാവിലാകും. നമ്മൾ തന്നെ അത് വളരെ ആലോചിക്കണം. വളരെ ശ്രദ്ധയോടെ കരുതലോടെ നമ്മുടെ ക്ഷേത്രങ്ങളെ നമ്മൾ പൊന്നുപോലെ കൊണ്ടുപോയില്ലെങ്കിൽ ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ വളരെ പ്രയാസമാണ്. ഇനി വരുന്നൊരു തലമുറ എന്താണ് ഇവിടെ കാട്ടിക്കൊടുക്കുന്നതെന്ന് നമുക്ക് നിശ്ചയമില്ല. അതുകൊണ്ട് നമ്മുടെ ഭക്തജനങ്ങൾ വളരെ ശുഷ്കാന്തിയോടെ കണ്ണിലെണ്ണയും ഒഴിച്ച് നമ്മുടെ ദേവന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ഇവിടെ കാവലാളായി ഉണ്ടാകണം എന്നൊരു വലിയ അപേക്ഷ എനിക്ക് നമ്മുടെ ട്രസ്റ്റ് അംഗങ്ങളോടും നാട്ടുകാരോടും അഭ്യർത്ഥിക്കാനുണ്ട്. പിന്നെ നമ്മൾ ഈ പണം പിരിച്ച് ദൂർത്തടിച്ച് എന്തിനാണത് എന്ന് നമ്മൾ ആലോചിക്കണം. നമുക്ക് ആ പരിമിതമായ ചെലവുകൾ ചെയ്ത് ഭംഗിയായി അത് കൊണ്ടുപോകണം. ഇപ്പൊ പല ക്ഷേത്ര കമ്മിറ്റികളും കാണിക്കപ്പടി ഇടുന്ന പൈസയുടെ എടുത്താണ് മൈക്കുകാരായിട്ട് അവസാനം കണക്ക് തീർക്കുന്നത്. എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്ന് കൂടി ആലോചിക്കണം. നമ്മൾ പൈസ കൊടുക്കുന്നത് നമ്മൾ ആലോചിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ചിലപ്പോൾ പലർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല. ആരുടെയും ഇഷ്ടാനിഷ്ടങ്ങളൊന്നും നമുക്ക് ബാധകമല്ല. നമ്മൾ നമ്മുടേതായ ട്രസ്റ്റിൻ്റെ അംഗീകാരത്തോടുകൂടി അവരുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ നടത്തിപ്പോകുന്നത്. പലരും ചോദിക്കും, എന്തിനാണ് ഇത്രയും വലിയ ക്ഷേത്രം നമ്മൾ ഇത്രയും വലിയ പാടുപെട്ടുണ്ടാക്കുന്നതെന്നൊക്കെ. ഞാൻ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഒരു വ്യക്തിക്ക് 2 കോടിക്കും 3 കോടിക്കും ഒരു വീട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി താമസിക്കാൻ മാത്രം ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു 3 കോടി രൂപ ഈ നാട്ടിലെ മഹാദേവ ഭക്തർക്ക് വേണ്ടി ചെയ്തത് ഒരു വലിയ കൂടുതലല്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഞാൻ ദീർഘിപ്പിച്ച് പോകുന്നില്ല. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ ഇവിടെ ഇനി വരുന്ന പ്രാസംഗികർ പറയും. ഞാനതുകൊണ്ട് വളരെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒരു കാര്യവും വളരെ ദീർഘിക്കാതെ ഈ മംഗളകരമായ സുദിനത്തിൽ ഇത്രയും നമ്മുടെ ട്രസ്റ്റ് അംഗങ്ങളും നാട്ടുകാരുമായി എത്തിയവരും നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ മഹത്തായ വ്യക്തിത്വങ്ങളെ
അവരുടെയും മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറു പ്രസംഗം നിർത്തുന്നു.